വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. കേരളത്തിലെ മറ്റു ജില്ലകളിലെല്ലാം ജില്ലാ ലീഗൽ മെട്രോളജി വിഭാഗം സ്മാർട്ടായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മഞ്ചേരി മിനി സിവിൽ സ്റ്റേഷനിൽ അളന്നുമുറിച്ച സ്ഥലത്ത് ജില്ലാ ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം വീർപ്പുമുട്ടുകയാണ്. മറ്റ് ജില്ലകളിൽ 2 കോടി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ലബോറട്ടറിയും ഓഫീസും ആധുനിക രീതിയിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് ജില്ലാ ലീഗൽ മെട്രോളജിയുടെ 4 ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. സ്ഥലം നൽകിയാൽ മാത്രമേ ലാബും കെട്ടിടവും ഒരുക്കാൻ കേന്ദ്രം 2 കോടി അനുവദിക്കൂ എന്നതാണ് തടസ്സം. ഡെപ്യൂട്ടി കൺട്രോളർ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഓഫീസ്, ജില്ലാ കൺട്രോളർ ഓഫീസ്, മഞ്ചേരി സർക്കിൾ ഓഫീസ് എന്നിവയാണ് സ്ഥലപരിമിതിയിൽ വലയുന്നത്. ജില്ലയിലെ വിവിധ താലൂക്കുകളിലെ സർക്കിൾ ഓഫീസുകളുടെ ആസ്ഥാനം കൂടിയാണ് മഞ്ചേരി ഓഫീസ്. സർക്കാർ ഓഫീസുകൾ സ്മാർട്ടാകുമ്പോഴാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ ഓഫീസിനെ ആശ്രയിക്കുന്നത്. ഓഫീസ് ഫർണിച്ചറുകൾ കാലപ്പഴക്കത്തെ അതിജീവിക്കാൻ പാടുപെടുകയാണ്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് മറ്റ് ജില്ലകളിൽ ലീഗൽ മെട്രോളജി സെക്കൻഡറി ലബോറട്ടറി ഉൾപ്പെടെ ഓഫീസ് മുഖമിനുക്കി. വയനാട് ജില്ലയിൽ ലബോറട്ടറി ഉദ്ഘാടനം 9-നാണ്. പാലക്കാട് നിർമ്മാണം ആരംഭിച്ചു. റാന്നിയിലും കോട്ടയത്തും വർഷങ്ങൾക്ക് മുമ്പേ സ്വന്തം കെട്ടിടത്തിൽ ലാബ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അളവ് തൂക്ക ഉപകരണങ്ങൾ, ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അളവ് പാത്രങ്ങൾ, സ്കെയിലുകൾ, വിവിധ ഗ്രാമിലുള്ള തൂക്കക്കട്ടികൾ, ഓട്ടോമീറ്റർ, LPG പമ്പ്, പരിശോധനാ ഉപകരണങ്ങൾ തുടങ്ങിയവ ലബോറട്ടറി ഇല്ലാത്തതിനാൽ പലയിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ചിലത് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചിലത് ജീവനക്കാരുടെ ഇരിപ്പിടത്തിനരികിലും ഫയൽ കൂമ്പാരങ്ങൾക്കിടയിലുമാണ്. ഉപകരണങ്ങളും ഫയലുകളും നീക്കിയിടാൻ 1 ഇഞ്ച് സ്ഥലമില്ല. വർഷങ്ങൾ പഴക്കം ചെന്ന ആയിരക്കണക്കിന് ഫയലുകളും നിരവധി ഉപകരണങ്ങളുമായി ചെറിയ മുറിക്കുള്ളിൽ ഏറെ ദുരിതത്തിലാണ് ജില്ലാ ഓഫീസിലുള്ള 17 പേർ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.